യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എല്ലാം ആദരണീയനായ ശ്രീ എ ഡി സുജിൽ, IRE CGM ആൻഡ് ഹെഡ് ശ്രീ RV വിശ്വനാഥ്, ശ്രീ ലളിത് പണ്ട IRE, നമ്മുടെ ഇന്നത്തെ മറ്റൊരു മുഖ്യാതിഥിയായിട്ടുള്ള വിനോദ് കൃഷ്ണ സാർ, വേദിയിലിരിക്കുന്ന വാർഡ് കൗൺസിലർമാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, യുവജന വായനശാലയ്ക്ക് മറ്റൊരു പ്രത്യേക ദിനമായി ഇന്ന് വന്നുകൂടിയിരിക്കുകയാണ്. ഓരോ 10 ആണ്ടുകൾ കൂടുമ്പോഴും 96-ന് ശേഷം ഇങ്ങോട്ട് നാനാതരത്തിലുള്ള വികസനങ്ങൾ ആദ്യമായി വായനശാലയ്ക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ായിട്ട് വരുന്നത് IRE കമ്പനിയാണ്. IRE കമ്പനിയോട് ഈ ഒരാവശ്യം ബഹുമാനപ്പെട്ട സുജിൽ അവതരിപ്പിച്ച് ഇത് നമ്മുടെ നാടിനായി സമർപ്പിച്ച് തന്ന IRE CGM ആൻഡ് ഹെഡ് ശ്രീ RV വിശ്വനാഥ് സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഈ വായനശാലയ്ക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. IREയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള രണജിത് പാണ്ഡ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി, നാടിനു വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രമുഖ നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായിട്ടുള്ള വിനോദ് കൃഷ്ണ സാറാണ്. സാറ് രചിച്ച ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി എടുത്ത പുസ്തകത്തിൽ പ്രധാന 2 ഗ്രന്ഥങ്ങൾ ഞങ്ങളിൽ അറിയാതെ വന്നുപെട്ടു. ശരി, അതെ, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ആ പേര് അടിയിൽ വായിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഈ നയനമം വരേക്ക എന്ന് പറഞ്ഞ പുസ്തകവും ബേപ്പൂർ കേസും 2 പ്രധാന ഗ്രന്ഥങ്ങളാണ്. ഈ 2 ഗ്രന്ഥങ്ങളുടെ രചയിതാവ് വിനോദ് കൃഷ്ണ സാറിനെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയതിന് ഈ നാടിന് വേണ്ടി ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. രമചേച്ചിയാണ്. രമചേച്ചി എൻ്റെ പുറകിലിരിക്കണവരെല്ലാവരും കാണുന്നില്ല. രമചേച്ചിക്ക് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വായനശാലയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ളതാണ്. സരിത പ്രസീതൻ ഈ വായനശാലയുടെ എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന പ്രധാന കൗൺസിലറാണ്. സരിത പ്രസീതൻ 5-ാം വാർഡിൽ നിന്നുള്ളതാണ്. സരിതയ്ക്കും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാർക്കും നാട്ടുകാർക്കും ഈ വായനശാല പ്രേമികൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ മറ്റു അംഗഗ്രന്ഥശാലകളായിട്ടുള്ള ഏലൂരിലെ മറ്റ് ഗ്രന്ഥശാലകളിൽ നിന്ന് വന്നിട്ടുള്ള അതിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷനായിരിക്കുന്ന ശ്രീ AD സുജിൽ സാർ, ഏലൂർ നഗരസഭാ ചെയർമാൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ PK മോഹൻ, യുവജന വായനശാലയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യാതിഥിയും ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട വിനോദ് കൃഷ്ണ സാർ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, നമ്മുടെ ചുറ്റുമുള്ള വാർഡുകളിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അതുപോലെ ശ്രീ PK രമാദേവി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മാഡം, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ സൈനുദ്ദീൻ, സെക്രട്ടറി യുവജന
യുവജന വായനശാലയിലെ അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട IRE കുടുംബത്തിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ IREയിലെ ഞങ്ങളുടെ എല്ലാം കാരണവന്മാരായിട്ട് എത്തിയിരിക്കുന്ന മുൻ ജീവനക്കാർ അനവധി പേരുണ്ട്. അവർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, സ്ത്രീജനങ്ങൾ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ശ്രീ സുജിൽ സാറ് ഈ ഒരു വിവരം വന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തത്. ഇന്ന് IRE എന്ന് പറയുന്ന കമ്പനി, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഏകദേശം വായനശാലയ്ക്കും ഈ കമ്പനിയുടെ അത്രയും തന്നെ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ള കാര്യം. 1950കളിൽ തുടങ്ങി കമ്പനിയും, അതുപോലെ 50കളിലാണ്, 52ലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വളർന്ന് ഈ ഒരു ലെവലിൽ എത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാക്കുവാൻ ഈ ദിവസത്തിൽ 2024 IREക്ക് ഒരു അവസരം തന്നതിൽ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ, അതുപോലെ ലൈബ്രറിയിലെ മറ്റ് ഭാരവാഹികൾ എല്ലാവരോടും ഒരു നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. A reality. Your contribution, generosity and vision will always be remembered by the cultural elo. CGMന് മൊമെന്റോ കൊടുക്കുന്നതിന് വേണ്ടി ഏലൂർ നഗരസഭാ അധ്യക്ഷൻ ശ്രീ AD സുജിലിനെ ക്ഷണിച്ചോളൂ. വായനശാല ജോയിന്റ് സെക്രട്ടറി ശ്രീ സുധീറിനെ ക്ഷണിച്ചോളൂ. വായനശാലയുടെ EMS ഹാൾ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട IREയുടെ ഹെഡ് RV വിശ്വനാഥ്, ഇപ്പോൾ വായനശാലയ്ക്ക് ഇതിനപ്പുറത്തുള്ള ഒരു വികസനത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് മുന്നോടിയാണ് ഇന്നിപ്പോൾ ഈ ഹാള് വന്നിരിക്കുന്നത്. നമ്മുടെ MLAയും കേരളത്തിൻ്റെ വ്യവസായ നിയമവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ P രാജീവ് ഈ വായനശാലയെ സ്മാർട്ട് വായനശാലയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വായനശാലയുടെ ബുക്കുകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ കമ്പ്യൂട്ടറൈസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വായനശാല ഈ വേലൂർ വടക്കും ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ ഇതിന്റെ ഉയർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂളിന് ബസ്, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളെല്ലാം തരുന്നുണ്ട്. TCC ആണെങ്കിൽ കൂടിയും നമുക്ക് ആവശ്യത്തിനുള്ള CSR ഫണ്ടുകൾ തരുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ഇപ്പോൾ IREയുടെ നേതൃത്വത്തിലുള്ള ഈ ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ അപ്പുറത്ത് മറ്റൊരു നിർമ്മാണം IREയുടെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂള് പുതിയ കെട്ടിടം വന്നു, ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടം വന്നു. അപ്പോൾ അവിടെ ഓഡിറ്റോറിയം വേണം. നമ്മൾ നിലവിലുണ്ടായിരുന്ന പഴയ ഓഡിറ്റോറിയം പൊളിച്ചു കളഞ്ഞിട്ടാണ് ആ കെട്ടിടം അവിടെ പണിയുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്തും ഏലൂർ നഗരസഭയുടെ പിതാവുമായിട്ടുള്ള AD സുജിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഏലൂർ യുവജന വായനശാലയുടെ 70 വർഷം പിന്നിട്ട ഏതാനും ചരിത്രങ്ങളും ഇനിയും മുന്നോട്ടുള്ള പ്രയാണവും ഇതെല്ലാം ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടാണത്. 1954 മെയ് 20 കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഏലൂർ ഗ്രാമത്തിലെ വടക്കുംഭാഗംകരയിൽ താമസിച്ചിരുന്ന പാടപ്പള്ളി വീട്ടിൽ KS നായരുടെ കളപ്പുരയിൽ വെച്ചാണ് അന്നത്തെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ലൈബ്രറി പ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഈ വേദി ഒരു ബാലൻസിങ് ആയിട്ടുള്ളൊരു വേദിയാണ്. അത് ഉയർന്ന സാംസ്കാരിക ബോധമുള്ള മനുഷ്യർ അത് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ 5 സ്ത്രീകളും
3 പുരുഷന്മാരുമാണ് വേദിയിലുള്ളത്. സ്ത്രീകൾ സാംസ്കാരിക രംഗത്ത് വരുമ്പോൾ അതിന് ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു നൈതികത ഉണ്ടാകുമെന്നുള്ളത് കാലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠമാണ്. അങ്ങനെ ഉയർന്ന മൂല്യബോധമുള്ള ആളുകൾ ഡിസൈൻ ചെയ്തൊരു വേദിയിൽ, പ്രത്യേകിച്ച് ഒരു ലൈബ്രറിയുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം ഈ സന്ധ്യ നിങ്ങൾ എനിക്ക് തന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ലൈബ്രറിയിൽ നിന്ന് വായിച്ച് പുറത്തേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാക്കുന്ന വികസനം പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ റോഡുകൾ ഉണ്ടാക്കുക, വലിയ ഫാക്ടറികൾ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു സാംസ്കാരിക മൂല്യമുള്ള ആളുകളെ ഇടകലർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യരെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു ലൈബ്രറി ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം. ആ ദൗത്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ഈ ഒരു ബാലൻസിങ് ഉണ്ടായത് എന്ന് ഞാൻ കരുതുന്നു. അത് ഒരു ആഹ്ലാദം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ലൈബ്രറിയിൽ നിന്ന് ഭാവിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ധ്യ സത്യമാണ്. ഇതിനുവേണ്ടി ശ്രീ വായനശാല വൈസ് പ്രസിഡന്റ് സുന്ദരനെ ആദരവോടും ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ എ ഡി സുജി, ഉദ്ഘാടകൻ ശ്രീ കൃഷ്ണ, ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ കെ മോഹൻ അവർ, സൈനുദ്ദീൻ, ജനപ്രതിനിധികളെ, ലൈബ്രറി സുഹൃത്തുക്കളെ, ഏലൂർ യുവജന വായനശാല എഴുപതിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് കെട്ടിടം പുതുക്കി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു വായനശാലയും ലൈബ്രറി എന്നറിയപ്പെടുന്നത് വളരെ ചുരുക്കം പുസ്തകങ്ങളോടെ, പരിമിതമായ സൗകര്യങ്ങളോടെ തുടങ്ങി വച്ച് ഘട്ടം ഘട്ടമായി വളർന്ന് ഏറ്റവും മികച്ച നിലയിലെത്തുമ്പോഴാണ് യഥാർത്ഥ ഗ്രന്ഥശാലയായി മാറുന്നത്. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ചരിത്രം, വായനശാലയുടെ ചരിത്രം അത്തരത്തിലൊരു കഥയാണ് നമ്മളോട് ഇന്ന് പറഞ്ഞത്. 1000 പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ 1000 പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിന് 10ഓ 15ഓ പുസ്തകം വെച്ച് സമാഹരിച്ച് ഒരു വർഷം തികയുമ്പോഴേക്കും ഏകദേശം 1000 പുസ്തകമാവും. അതോടൊപ്പം തന്നെ ഗ്രന്ഥശാലയുടെ മറ്റു പ്രവർത്തനങ്ങളും. യോഗാധ്യക്ഷൻ, സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ വിനോദ് കൃഷ്ണ, മറ്റ് ഗ്രന്ഥശാല പ്രവർത്തകരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ടിന് കീഴിൽ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിക്കുന്ന കാലത്താണ് യാദൃശ്ചികമായി ഞാൻ ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും എന്ന വായനയ്ക്ക് ആർത്തി പൂണ്ട് നടക്കുന്ന ഒരു പ്രീ ഡിഗ്രി കാലത്താണ് വായനശാലയിൽ ഞാൻ സ്ഥിരമായി വരാൻ തുടങ്ങുന്നത്. അന്ന് വായനശാലയുടെ നേതൃത്വം വഹിച്ചിരുന്ന യുവാക്കളെല്ലാം പലരും ജോലി കിട്ടി വായനശാല തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അന്ന് സൈനുദ്ദീൻ ഉപജീവനാർത്ഥം ഗൾഫിലായിരുന്നു. ആ കാലഘട്ടത്തിൽ വായനശാല തുറക്കാനാളില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഞാനും സിറാജും കൂടി താക്കോല് വാങ്ങി വായനശാല നിത്യം തുറക്കാൻ തുടങ്ങുകയും മിക്കപ്പോഴും ഈ കുഞ്ചു പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ ഇരിക്കുന്ന റൂമിൽ ചിതൽപുറ്റ് ആൾപ്പൊക്കത്തോളം വളർന്നു വരും. ഒരുപാട് പുസ്തകങ്ങൾ ചിതലിനടിയിൽപ്പെട്ടുപോയി. പിന്നീട് ഒരു കൂട്ടം യുവാക്കൾ, അന്നത്തെ റിജു, ഷുക്കൂർ,
അനിൽ കുട്ടഞ്ചിറ മരണപ്പെട്ടുപോയ അനിൽ, ഷമീർ, അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് ആ ചുറ്റുപാട് ഇതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വേണ്ടി സുബൈദ നൂറുദ്ദീൻ സംസാരിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഏലൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ AD സുജിൽ അവർകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗ്രന്ഥകാരൻ വിനോദ് കൃഷ്ണ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതായാലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഏലൂരിൻ്റെ തല ഉയർത്തി നിൽക്കുന്ന ഈ വായനശാല കെട്ടിടം. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വായനശാലയിൽ എത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമായിരുന്നു ഇവിടെ. അപ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രവർത്തകരോട് പറയുമായിരുന്നു, സ്ത്രീകളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വായനശാല നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഇവിടുത്തെ ആളുകളോട് പറയുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ വേദിയിലും സദസ്സിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും അതൊരു നല്ലൊരു വളർച്ചയുടെ ഒരു കാരണം തന്നെയാണ് സ്ത്രീകളുടെ ഈ സാന്നിധ്യം. അതുപോലെ ഈ മന്ദിരത്തിൻ്റെ ഹാൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ CMG, IREയിലെ CMG ആയിട്ടുള്ള ശ്രീ RV വിശ്വനാഥ്, സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വിനോദ് കൃഷ്ണ, ബാക്കി വേദിയിലും സദസ്സിലിരിക്കുന്നവരെ, ഈ വായനശാല ഇവിടെ ബാല്യം, കൗമാരം, യൗവനം ഇവയെല്ലാം തന്നെ ഇവിടെ അപഗ്രഥിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിൻ്റെ കൊച്ചുനാൾ മുതലേ കൈപിടിച്ചുയർത്തി വീഴാതെ ഇതിനെ പരിപാലിച്ചു കൊണ്ട് വരാൻ മുൻകൈയെടുത്ത ആളുകളുടെ സ്മരണയും കൂടി ഈ യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഏതൊരു വായനശാലയായാലും പ്രസ്ഥാനമായാലും അതിൻ്റെ ഉന്നമനം, മുന്നോട്ടുള്ള പുരോഗമനത്തിൻ്റെ യാത്രയിൽ ഒരുപാട് സഹായം ആവശ്യമുള്ള കാര്യങ്ങൾ. ആ സഹായത്തിന് വേണ്ടി അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ സ്ഥലം നൽകിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ അഹോരാത്രം എന്ന് പറയുന്ന പോലെ പ്രവർത്തിച്ച ആളുകളുണ്ട്. അവരെല്ലാം നമ്മൾ ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും എല്ലാവരെയും നമ്മൾ തൊട്ട് തലോടി വന്നിച്ച് പോന്നിട്ടുണ്ട്. മരംകുട്ടി പാടുന്ന പാക്കനാട് തളത്തിൽ പഴയ വള്ളുവനാടിന്റെ നാട്ടുപ്രദേശങ്ങളിൽ അടിത്തിരിഞ്ഞ വട്ടമുടിയും മണ്ണിന്റെ മണമേതിരുന്ന കാറ്റ് മുടിയാട്ടക്കളങ്ങളെ തഴുകുണർത്തുമ്പോൾ പുതുമണ്ണിൽ കനലാടിയ കണ്ണയുടെ കഥപാടിയും തുടിയുടെ താളത്തിൽ കാവുണർത്തി പാടുന്ന വള്ളോന്റെ പഴംപാട്ടും മുഖത്തെഴുത്തും രക്തവർണ്ണത്തിൽ തിളങ്ങിയ ആടയാഭരണങ്ങൾ അണിഞ്ഞു മനുഷ്യ മനസ്സുകളെ ദൈവാരാധനയെ കൂടുതൽ അടുപ്പിച്ച വടക്കൻ മലബാറിന്റെ തെയ്യക്കോലങ്ങളും ഒട്ടനവധി നാടൻ പാട്ടുകളും കലാരൂപങ്ങളും നമുക്ക് സമ്മാനിച്ചു പറഞ്ഞ ഒരു കാലഘട്ടത്തെ ഓർത്തുകൊണ്ട് ആ കാലത്തെ പൈതൃകത്തെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഞങ്ങൾ ശില, മഞ്ഞുമൽ ശില. ഒരു സ്തുതിപ്പാട്ടോടുകൂടി ഞങ്ങൾ അരങ്ങുണർത്തുന്നു. ആട്ടപ്പൂമലരേ വട്ടപ്പൂടിയാടും കാവിൽ തെച്ചിപ്പൂവഴകേ ആടിപ്പൂടിയ